ഈശ്വരനും ദേവതകളും ബിംബാരാധനയും. നമ്മൾ ഈശ്വരൻ, ദേവത, ആരാധന, ബിംബാരാധന, ഇങ്ങനെ 3 ഘടകങ്ങൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാൻ ശ്രമിക്കുകയാണ്. നമ്മൾ പൊതുവെ പറയുന്നത് കേൾക്കാം, ഇവിടെ 33 കോടി ദേവതകളെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. അതല്ല ഈശ്വരനായിട്ട് കണ്ടുകൊണ്ട് ഈശ്വരൻ കുറേയുണ്ട്, 33 കോടി ദേവതകളായിട്ടുണ്ട്, അതിനെയെല്ലാം ആരാധിക്കുന്നു എന്നെല്ലാം പറയുന്നത് കേൾക്കാം. യഥാർത്ഥത്തിൽ അതൊന്നും വേദത്തിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഉള്ള വ്യാഖ്യാനമല്ല. കാരണം വേദത്തിൽ ഈശ്വരൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ, പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള ആ ശക്തി വിശേഷം. അപ്പം പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ വേദങ്ങൾ അതിനെ പേര് കൊടുത്തിരിക്കുന്നത് ബ്രഹ്മം എന്നാണ്. ബ്രഹ്മം, ബ്രഹ്മാവല്ല, ബ്രഹ്മം. ആ ബ്രഹ്മത്തിൻ്റെ പ്രത്യേകത, പ്രപഞ്ചം ഏത് ഉണ്ടാകുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന സംഗതി, ആദ്യം ഒന്നും ഇല്ലാതെയല്ല, ഒന്നുണ്ടായിരുന്നു. ആ ഒന്നിൻ്റെ ാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അതിന് രൂപവുമില്ല, ഭാവവുമില്ല, ഒരു ഗുണവുമില്ല, ഒരു സ്വഭാവവുമില്ല, ഒരു കൈകാര്യവുമില്ല, അത് ജനിച്ചിട്ടുമില്ല, ജനിക്കുന്നുമില്ല, ഒന്നിലും ഇടപെടുന്നുമില്ല, അതിന് വിചാരങ്ങളും ഒന്നുമില്ല, അതിനെ കൊണ്ടൊരു ഗുണവുമില്ല. അങ്ങനെ എന്തോ ഒരു സാധനം ആദ്യം ഉണ്ടായിരുന്നു, അതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ വസ്തുക്കളെ പൊടിച്ച് നോക്കുമ്പോൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ എല്ലാം പൊളിച്ച് തന്മാത്രകൾ, ഇലക്ട്രോൺ, പ്രോട്ടോൺ അവസാനം എത്തിച്ചേർന്ന് തരംഗ രൂപത്തിലെല്ലാം പിന്നെ അങ്ങെത്തുമ്പോൾ ഒരു രൂപവും ഭാവവും ഇല്ലാതെ ഒന്നിലേക്ക് എത്തിച്ചേരും. അത് ശാസ്ത്രലോകവും നാളെ എത്തിച്ചേർന്ന അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് തന്നെയായിരിക്കും. അതിനൊരു രൂപവും ഭാവവും ഇല്ലാതെ എന്തോ ഒരു സംഗതി അവിടെ ഉണ്ടായിരുന്നു, അതിൽ നിന്നാണ് ഉണ്ടായത്. അതിനാണ് വേദം കൊടുത്തിരിക്കുന്ന പേര് ബ്രഹ്മം. അതാണ് യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്ന് പറയുന്നത്. ഈശ്വരൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു തൊട്ട സ്റ്റേജ് വരുന്നുണ്ട്, ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈശ്വരൻ എന്നത് അത് തന്നെയായിട്ട് എടുക്കാം. അപ്പം അതിന് രൂപവും ഭാവവും ഒന്നുമില്ല, അതിന് ഒരു സ്വഭാവ വിശേഷവും ഇല്ല, അത് ആരും ഒരു താല്പര്യവും ഇല്ല. അതുകൊണ്ട് തന്നെ അതിനെക്കൊണ്ട് നമുക്ക് മനുഷ്യർക്ക് ഒരു ഗുണവും ഇല്ല. അതിൻ്റെ ശേഷമുണ്ടായ മനുഷ്യർക്ക് അതിനെക്കൊണ്ട് ഒരു ഗുണവും ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഈശ്വരന് ഒരു ബ്രഹ്മത്തിന് ഒരു ബിംബം ഉണ്ടാക്കിയിട്ടില്ല. രൂപമില്ലാതെ എങ്ങനെയാണ് ബിംബം ഉണ്ടാക്കുക? രൂപമില്ലാതെ ബിംബം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു ബിംബവും ഇല്ല. ബിംബമില്ല പിന്നെ അമ്പലമുണ്ടോ? അതിന് അമ്പലമില്ല. അതിന് ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നതാണ്. അതിൻ്റെ സ്ഥലം എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. വേദം തന്നെ പറയുന്ന അത് വലുതിൽ വലുതും ചെറുതിൽ ചെറുതും എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനെ ആർക്കും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഋഷികൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. ആധുനിക സയൻസിനും എന്തോ ഒരു ശക്തി വിശേഷമുണ്ട്, അതിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് അവിടെ നിർത്താനല്ലാതെ അതിൻ്റെ അപ്പുറം പോകാൻ പറ്റില്ല ശാസ്ത്രലോകത്തിന്. അങ്ങനെ തുടക്കത്തിലുള്ള ആ സംഗതിക്കാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അതിന് രൂപവും ഭാവവും ഒരു ഗുണവും ഇല്ലാത്തത് കൊണ്ട് അതിന് ഒരു അമ്പലവും ഒരു ബിംബവും ഈ ലോകത്തിൽ ഉണ്ടാക്കിയിട്ടില്ല വേദവാദികൾ. അവർ അതിനെ ആരാധിച്ചിട്ടുമില്ല, ഇന്നും ആരാധിക്കുന്നില്ല ആ ഈശ്വരനെ. അതാണ് ഈശ്വരൻ, അതാണ് ബ്രഹ്മം. ആ പേര് പോലും തിരിച്ചറിയാൻ വേണ്ടി കൊടുത്തു എന്നതിൽ കവിഞ്ഞ് അത് ഋഷികൾ ബ്രഹ്മം എന്ന് പറഞ്ഞു, വേറെ വല്ലവർ ഈശ്വരൻ എന്ന് പറയും. അപ്പം മറ്റുള്ള നാടുകളിലെല്ലാം മറ്റുള്ള വിഭാഗങ്ങളെല്ലാം പറയുന്ന ആ ഈശ്വരൻ എന്ന് പറയുന്നത് പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായ അതാണെങ്കിൽ അത് ബ്രഹ്മമാണ്. അപ്പോൾ ആ നിലയിൽ ഈശ്വരനും ബ്രഹ്മവും ഒന്നാണ്. ചെറിയ വ്യത്യാസമുണ്ട്, അത് ഞാൻ വേദ പഠന ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ സ്റ്റേജായിട്ട് എടുക്കുക. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ ബ്രഹ്മം തന്നെയാണ് ഈശ്വരൻ. അതിന് രൂപവും ഭാവവും ഒന്നുമില്ല. അങ്ങനെ ഒരമ്പലം ഈ ലോകത്തില്ല. പിന്നെ പിൽക്കാലത്ത് വടക്കേ ഇന്ത്യയിലും കേരളത്തിലും ഓച്ചിറയിലും ഒരു ക്ഷേത്രം അതിനു വേണ്ടി ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അവിടെയും കെട്ടിടമൊന്നും കെട്ടിയിട്ടില്ല, ഒരു ബിംബവും അവിടെ പ്രതിഷ്ഠിച്ചിട്ടില്ല.
പിന്നെ ആരാധന നടത്താൻ അവിടെ പോകുമ്പോൾ ആ ബ്രഹ്മത്തെ എല്ലാം മനസ്സിലാക്കുന്നത് അവിടെ ഒരു ശിവന്റെ രൂപത്തിലാണ് അതിനെ മാറ്റി എടുത്തിരിക്കുന്നത്. പിൽക്കാലത്ത് ശിവരൂപത്തിൽ വന്നിട്ടുണ്ട്. അതുമാതിരി വടക്കേന്ത്യയിലുള്ളൊരു ക്ഷേത്രത്തിലും അവിടെ ശിവനെയാണ് ആരാധിക്കുന്നത്. ഇല്ലേ വേണമെങ്കിൽ അത് ബ്രഹ്മാവായിരിക്കാം, ഇല്ല ബ്രഹ്മമല്ല, ആ നിർഗുണമായ സംഗതിയല്ല. നിർഗുണമായ സംഗതിക്ക് സ്ഥലവുമില്ല. സ്ഥലം എന്ന് കഴിഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നതാണ്. ചിലപ്പോൾ ഏറ്റവും ചെറുതിൽ ചെറുതും ഏറ്റവും വലുതിൽ വലുതാണ്. അതുകൊണ്ട് ആ ബ്രഹ്മത്തെ ആരും ആരാധിക്കുന്നില്ല. അതിനൊരു ബിംബവുമില്ല, അതിനൊരു ക്ഷേത്രവുമില്ല. വേദവാദികൾക്ക് അങ്ങനെ ഒരു ഈശ്വരനെ ആരാധിക്കുന്ന പരിപാടിയില്ല. ഈ ബ്രഹ്മം എന്ന പേര് പോലും ഇവിടെ എത്ര പേർക്കറിയാം? വേദങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ കേട്ടിട്ടുണ്ടാവും എന്നതല്ലാതെ ബ്രഹ്മം എന്നൊരു ഈശ്വരൻ, അതാണ് ഈശ്വരൻ, പ്രപഞ്ചഭേദിൽ നിന്നുണ്ടായ അത്. അപ്പോൾ ഈശ്വരൻ പിന്നെ എന്താ സംഭവിച്ചതെന്ന് പറയുന്ന ബാക്കി പിന്നോട്ടേക്ക് വരുമ്പോൾ ഈശ്വരനെയും ബാക്കിയുള്ള ദേവതകളെ എല്ലാം കൂട്ടിക്കുഴച്ചിട്ട് ഈശ്വരനാക്കിയത് കൊണ്ടാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. വേദവാദികൾ, മറ്റുള്ളവരുടെ കാര്യമല്ല. അപ്പം അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു. അതിന് ഋഷികൾക്ക് പോലും പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു, അതിൽ നിന്നാണ് വന്നത്. അത്രേ പറഞ്ഞ് നിർത്താൻ പറ്റുള്ളൂ. ശാസ്ത്രലോകത്തിനും അത്രേ പറ്റാൻ പോകുന്നുള്ളൂ നാളെ അവിടെ എത്തുമ്പോൾ. പിന്നെ അതിനെ ഒരു സമയത്ത് ഒരു പ്രപഞ്ചം ഉണ്ടാക്കണമെന്ന് തോന്നി. ആദ്യം പ്രപഞ്ചം ഉണ്ടാക്കണം, പിന്നെ 4 ഘട്ടങ്ങളുടെ കൃതിയുഗം ത്രേതായുഗം ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണമെന്ന് തോന്നുന്നു. അതുണ്ടാക്കുന്നു, പൊളിക്കുന്നു, ഉണ്ടാക്കുന്നു. അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഗ്രാം ചെയ്ത മാതിരി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തലയിടുകയുമില്ല. ഏതുപോലെ എന്നാൽ നമുക്ക് മഹാനായ അംബേദ്കർ ഒരു ഭരണഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഭരണഘടന അതിനനുസരിച്ച് അങ്ങനെ കാര്യങ്ങൾ നടത്തിക്കോളും. പിന്നെ അംബേദ്കർക്ക് അതിൻ്റെ അകത്ത് കാര്യമൊന്നുമില്ല. ഒരു ഭരണഘടന ഉണ്ടാക്കിയ വ്യക്തിക്ക് പിന്നെ അതിൻ്റെ അകത്ത് കാര്യമൊന്നുമില്ല. ഇപ്പം അംബേദ്കറും ഇല്ല, എന്നാൽ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് തലയിടുന്നൊന്നുമില്ല. ജീവനോടെ ഉണ്ടെങ്കിൽ തന്നെ ഒരാളെന്തെങ്കിലും ഉണ്ടാക്കിയ വ്യക്തി, ഇപ്പോൾ റെയിൽവേ ഉണ്ടാക്കിയ വ്യക്തി ജീവനോടെ ഉണ്ടെങ്കിൽ തന്നെ ഇന്ന് ട്രെയിനിൽ കയറേണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ അതുമായിട്ട് ഒരു ബന്ധമില്ലാതെ മാതിരിയാണ്. അതുപോലെ തന്നെ വേദങ്ങൾ പ്രപഞ്ചം സൃഷ്ടിക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കി ഇട്ടിട്ട് അതിൻ്റെ ആ പ്ലാനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. അതങ്ങിട്ടുണ്ടാക്കി ഇട്ടിട്ടുണ്ട്. പക്ഷേ അതുണ്ടാക്കിയ ആ ശക്തിവിശേഷം, ആ ബ്രഹ്മം, നിർഗുണമായ സംഗതി അങ്ങനെ അവിടെ ഉണ്ട്. ഒന്നിട്ടാക്കിയിട്ടിട്ടുണ്ട്, അതങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൃഷ്ടി നടത്തുന്നു, നല്ലൊരു ലോകം ഉണ്ടാകുന്നു, പൊളിക്കുന്നു, ഇത് പിന്നെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഒരു കാലം വരുമ്പോൾ അത് ആദ്യം അതിൻ്റെ അത് പോയി ചേരും. പിന്നെ അതിനെ പുറത്തുനിന്ന് വന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം അതിന് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല, തലയിടുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭരണഘടന ഉണ്ടാക്കിയ വ്യക്തിക്ക് പിന്നെ ഭരണഘടന അതിൻ്റെ വഴിക്ക് പോകും. ആ വ്യക്തിക്ക് പിന്നെ അതിൻ്റെ അകത്ത് കാര്യമൊന്നുമില്ല, ഒരു പങ്കുമില്ല. അതുകൊണ്ട് ആ ഈശ്വരനെ ആരാധിച്ചിട്ട് ഒരു കാര്യമില്ല. ആ ഈശ്വരനെ അല്ലെങ്കിൽ ബ്രഹ്മത്തെ, അതുകൊണ്ട് തന്നെ വേദവാദികൾ ബ്രഹ്മത്തെ ആരാധിക്കാൻ അല്ലെങ്കിൽ ഈശ്വരനെ ആരാധിക്കാൻ പോകുന്നില്ല. അതിനൊരമ്പലം ഉണ്ടാക്കിയിട്ടില്ല, ക്ഷേത്രങ്ങളും ഉണ്ടാക്കിയിട്ട് ഈശ്വരന് അമ്പലവുമില്ല, ക്ഷേത്രവുമില്ല, ഒരു ചുക്കുമില്ല, ഒരാരാധനയുമില്ല. വേദവാദികളെ സംബന്ധിച്ചിടത്തോളം, യഥാർത്ഥ വേദവാദികളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ പ്രപഞ്ചം ഉണ്ടാക്കുമ്പോൾ എന്തെല്ലാം, അതാണല്ലോ ഒരു പ്രപഞ്ചം ഉണ്ടാക്കുന്നത്, എന്തെല്ലാം ഉണ്ടായിരിക്കുന്നോ അതിനെയാണ് ദേവതകൾ എന്ന് പറയുന്നത്. ഇപ്പം ഈശ്വരനും ദേവതകളും രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പ്രപഞ്ചം ഉണ്ടാക്കുമ്പോൾ തുടങ്ങുന്നത് മുതൽ ആ ഉണ്ടാകുന്ന സംഗതികൾക്കെല്ലാം ഗുണവിശേഷങ്ങളുണ്ട്. അത് ചിലപ്പോൾ ബലമായിരിക്കാം. ഒരു ബലത്തിൽ നിന്നാണ്, ഊർജത്തിൽ നിന്നാണ് എല്ലാ സൃഷ്ടിയും നടത്തിയുകൊണ്ട് ആ ഊർജത്തെ, ആ ബലത്തെ 3ആയി തിരിച്ച്, ഇപ്പോൾ ഉണ്ടാകുന്നത് നശിക്കുന്നു എന്ന ഒരു പ്രക്രിയ വരുമ്പോൾ 3 സ്വഭാവ വിശേഷങ്ങളുണ്ട്: സൃഷ്ടി, സ്ഥിതി, സംഹാരം. നമ്മളൊരു എന്തും ഉണ്ടാക്കുമ്പോൾ ഈ 3 ഘടകങ്ങളുണ്ട്. നമ്മളൊരു മേശ ഉണ്ടാക്കിയാണെങ്കിൽ ആദ്യം സൃഷ്ടിക്കും, പിന്നെ അതിനെ ആവശ്യമുള്ള കാലത്തോളം പരിപാലിക്കും, ആവശ്യം കഴിയുമ്പോൾ നശിപ്പിക്കും. അപ്പം ഇങ്ങനെ ഒരു 3 പ്രക്രിയ. പ്രപഞ്ചം ഉണ്ടായി നശിക്കുന്നതായതുകൊണ്ട് ഒരു 3 ബലങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന. ആ ബലങ്ങളാണ്
പിന്നെ ഈ സൃഷ്ടിയെല്ലാം നടത്തിയിരിക്കുന്നത്. ഫോഴ്സ്, എനർജി, ആ ബലങ്ങളെ മൂന്നായി തരംതിരിച്ച ആ ബലങ്ങളെയാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം. അതിനെയാണ് വിഷ്ണു, മഹേശ്വരൻ, വിഷ്ണു ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്ന് പറയുന്നത്. 3 പേര് കൊടുത്തു. അപ്പോൾ ബാക്കിയുണ്ടായ ഇതെല്ലാം ദേവതകളാണ്. കല്ലും മണ്ണും എല്ലാം ദേവതകളാണ്. അതിൽ നിന്ന് എന്തെല്ലാം ഉണ്ടായിരിക്കുന്നു അതിനെല്ലാം ദേവതകളാണ്. അതിന് ബലങ്ങളും പെടും. അപ്പോൾ അവർക്ക് ഗുണവിശേഷമുള്ളത് കൊണ്ട് നമ്മൾ സയൻസിൽ ഗുണമുള്ള ഒരു സംഗതിയെ നമ്മൾ ഒരു രൂപമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കും. എങ്കിലേ അതിന് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണം വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രോണ്. ഇപ്പോൾ ഇലക്ട്രോൺ തന്നെ എടുത്തു നോക്കും. ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ നമുക്കൊരു രൂപത്തിൽ ചിത്രീകരിച്ചേ പറ്റൂ. സയൻസിലോട്ട് അതിനെ പഠിപ്പിക്കണ്ടെങ്കിൽ ഒരു രൂപമായി ചിത്രീകരിച്ചേ പറ്റൂ. അപ്പോൾ ഒരു കുത്തിടും. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കുത്തുരൂപത്തിലാണോ ഇലക്ട്രോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺ കുത്തുരൂപത്തിലൊന്നുമല്ല, ഒരു ഗോളമൊന്നുമല്ല. ചിലപ്പം ഗോളമായിട്ട് നിൽക്കും, ചിലപ്പം തരംഗമായിട്ട് നിൽക്കും. അതാണ് അവസാനം ക്വാണ്ടം മെക്കാനിക്സിലെത്തി ശാസ്ത്രജ്ഞന്മാർ ഇട്ടെറിഞ്ഞ് ഓടിയത്. അതിനെ ഗോളമായിട്ട് എടുക്കാമോ എന്ന് ചോദിച്ചാൽ ഗോളവുമല്ല, തരംഗമായിട്ട് എടുക്കാമോ എന്ന് ചോദിച്ചാൽ ചിലപ്പം തരംഗമായിട്ട് നിൽക്കും, ഗോളമായിട്ട് നിൽക്കും. എന്നിട്ടും നമ്മൾ കെമിസ്ട്രി പഠിപ്പിക്കുമ്പോൾ ഇലക്ട്രോൺ ഒരു കുത്തിട്ടിട്ട് അത് മൈനസ് ചിഹ്നമായിട്ട് എടുക്കും. ഇതുകൊണ്ട് അങ്ങനെയേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ചന്ദ്രനെ നമ്മളിങ്ങനെ ചന്ദ്രനായിട്ട് ഇങ്ങനെ എടുക്കും. പുസ്തകത്തിൽ കുട്ടികളെ ചന്ദ്രനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രനെ എടുത്തുകൊണ്ട് കാണിച്ചു കൊടുക്കാനും പറ്റില്ല. അപ്പം പുസ്തകത്തിൽ എന്ത് വേണ്ടി വരും? അതിനെ സയൻസ് പഠിപ്പിക്കുന്ന ചിത്രരൂപത്തിൽ. ഇപ്പോൾ കുട്ടികളെ ഇത് തെങ്ങ് എന്ന് കാണിക്കാൻ തെങ്ങ് എടുത്തുകൊണ്ട് കാണിക്കുക. അപ്പോൾ പുസ്തകത്തിലൊരു തെങ്ങിൻ്റെ പടം വരക്കും. അപ്പോൾ സ്വഭാവവിശേഷങ്ങൾ ഉള്ളതിനെയെല്ലാം ഒരു പടരൂപത്തിലാക്കി ആദ്യം വായ കൊണ്ട് വ്യാഖ്യാനിക്കും, പറയാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ പടരൂപത്തിൽ വരച്ച് കാണിച്ചു കൊടുക്കും. പടമാണ് കുറച്ചും കൂടി മനസ്സിലാക്കാൻ. അപ്പോൾ ഇതിനെയെല്ലാം സ്വഭാവവിശേഷമുള്ള എല്ലാത്തിനെയും ആദ്യം പടരൂപത്തിലാക്കും. അങ്ങനെ പടരൂപത്തിലാക്കി കഴിഞ്ഞാലാണ് അങ്ങനെയാണ് ഈ ചന്ദ്രനെ എന്തായിട്ട് എടുക്കുന്നത്, ഇങ്ങനെ കാണിക്കുന്നത്. വേണിക്ക യുക്തിവാദികൾക്ക് ഇന്നത്തെ ശാസ്ത്ര ബുക്കിൽ കുട്ടികളെ ചന്ദ്രൻ ഇങ്ങനെ, ഇത് മണ്ടത്തരാണ് പഠിക്കുന്നത്. ചന്ദ്രൻ എങ്ങനെ ഇങ്ങനെ, ചന്ദ്രൻ അങ്ങനെയൊന്നുമല്ല, ചന്ദ്രൻ ഉരുണ്ടിട്ട് തന്നെയാണ് ഉള്ളത്. ഇതിനകത്തൊരു വെളിച്ചം തട്ടുന്ന ഭാഗത്ത് നമുക്കിങ്ങനെ തോന്നുന്നതുകൊണ്ട് ചന്ദ്രനൊക്കെ ഇങ്ങനെ എങ്ങനെയാണ് വരക്കുക? ശാസ്ത്രം എന്തെന്ന ഈ ആധുനിക സയൻസ് വരയ്ക്കുന്ന മണ്ടത്തരങ്ങളാണ് വരയ്ക്കുന്നത്. ഈ ശാസ്ത്ര പുസ്തകങ്ങളെല്ലാം ചുട്ട് ധരിക്കണം എന്നെല്ലാം വേണമെങ്കിൽ യുക്തിവാദികൾക്ക് വാദിക്കാം. കാരണം ചന്ദ്രൻ ഇങ്ങനെയൊന്നല്ല ഉള്ളത്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു ഗോളമായിട്ട്, അതും ഒരു ശരിയായ ഗോളമൊന്നുമല്ല. ഈ കുട്ടികൾ എന്ത് മണ്ടത്തരമല്ല പഠിപ്പിക്കുന്നത്. ഒരു വെളിച്ചോര തട്ടിയിരുത്താക്കും അങ്ങനെ തോന്നുന്നതുകൊണ്ട് ഈ രൂപത്തിൽ ചന്ദ്രൻ എന്ത് ഇങ്ങനെയാണോ എന്നല്ല യുക്തിവാദികൾ എന്തുകൊണ്ട് വ്യാധിക്ക് അതിനെയൊന്നും എതിർക്കാതെ എന്ന് എനിക്കറിയില്ല. അപ്പോൾ പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ജനത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു രൂപത്തിൽ പറയുന്നു. ആ രൂപമായിട്ട് ആ വസ്തുവിന് വലിയ ബന്ധമൊന്നും വേണ്ട. പക്ഷെ പറഞ്ഞാൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചിത്രരൂപത്തിൽ. ഇപ്പം വൈദ്യുതി എന്ന് പറയുന്നത് കാണുമ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് മാതിരി, കാരണം മിന്നൽ കാണുന്ന മാതിരി വരച്ചു വെക്കും. ഇപ്പം വൈദ്യുതി എല്ലാം കാണിക്കണം ഇങ്ങനെയല്ലേ പറ്റും. വായുവിനൊരു രൂപം ഉണ്ടാവും, ജലത്തിനൊരു രൂപം ഉണ്ടാവും, എല്ലാം ഒരു രൂപത്തിൽ വരക്കും. അതുകൊണ്ട് പ്രപഞ്ചത്തിലുണ്ടായ എല്ലാ വസ്തുവിനും സ്വഭാവവിശേഷങ്ങൾ ഉള്ളതിനെ അതിനെയാണ് ദേവതകൾ എന്ന് പറയുന്നത്. സ്വഭാവം ഉള്ളതിനെ. അത് ബലങ്ങളാകാം. ബലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഏറോ മാർക്കുമായി കാണിക്കും. യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ ബലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും അർത്ഥമൊന്നുമില്ല. പക്ഷേ മനസ്സിലാക്കാൻ സയൻസിൽ ഓരോ സിമ്പിൾ. അത് തന്നെയേ വേദങ്ങളും ചെയ്തിട്ടുള്ളൂ. വേദങ്ങൾ എന്ത് ചെയ്യുന്നു? സൃഷ്ടിസ്ഥിതി സംഹാരം. നേരത്തെ പറഞ്ഞല്ലോ, എല്ലാം സൃഷ്ടിക്കും, സംരക്ഷിക്കും, സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യരൂപത്തിൽ കഥയിൽ വരുമ്പം കഥരൂപത്തിൽ അവതരിപ്പിക്കുന്നു. അതിന് 5 തല കൊടുത്തിട്ടുണ്ട്. എന്താ 5 തല കൊടുക്കാൻ കാരണം? ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും 5ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട് വേദങ്ങൾ. ആധുനിക സയൻസ് 4ആയിട്ടാണ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് എനർജി. എല്ലാ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ ഈ 4 കാറ്റഗറിയിലാണ് പഠിച്ചിരിക്കുന്നത്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് എനർജി. ഇതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത്. ഈ വസ്തുക്കളെ എല്ലാം കൂട്ടിയിട്ട് അവസാനം ഒരു പ്രപഞ്ചം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ആകാശം എന്ന് പറഞ്ഞുകൊണ്ട് വേദം 5ാമത്തതായിട്ട് ആകാശവും പെടുത്തിയിട്ടുണ്ട്. ആകാശം എന്ന് പറഞ്ഞാൽ ഈ ഉണ്ടായ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ച എല്ലാ ഗോളങ്ങളും കൂടിയിട്ട് ഒരു സിസ്റ്റമുണ്ട്, പ്രപഞ്ചഘടന. അതിനാണ് ആകാശം എന്ന് പറയുന്നത്. അപ്പോൾ വേദങ്ങൾ 5ആയി തിരിച്ചു. അപ്പോൾ 5 തരം സൃഷ്ടികൾ ഉള്ളത് കൊണ്ട്
5 തലയായിട്ട് ചിത്രീകരിച്ചു. അപ്പോൾ 5 തല കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 5 വസ്തുക്കളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. 5 തലയിൽ നിന്നും 5 വ്യത്യസ്ത തരം വസ്തുക്കളുണ്ട്. ഇങ്ങനെ അതിനെ ചിന്തിച്ചു പോകണം. അത് സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെയാണ്. നമ്മുടെ സംരക്ഷണം എല്ലാം പ്ലാനറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാലചക്രത്തിനനുസരിച്ചാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കാലചക്രം എന്ന് പറയുന്നത് സൗരയൂഥ സിസ്റ്റം, ഈ പ്രപഞ്ചത്തിലുള്ള ഗ്രഹങ്ങളെല്ലാം കൂടിയിട്ടുള്ള പ്രപഞ്ചഘടനയാണ്. അതൊരു ചക്രം മാറി കറങ്ങുന്നത് കൊണ്ട് വിഷ്ണുവിൻ്റെ കൈമേൽ ഒരു സുദർശന ചക്രവും വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ കഥാപാത്രത്തെയും ആ സ്വഭാവവിശേഷങ്ങൾ സൃഷ്ടിക്ക് പിന്നിൽ എന്തെല്ലാം ഘടകങ്ങളുണ്ടോ അതെല്ലാം ചേർത്ത് കൊണ്ടുകൊണ്ടൊരു കഥാപാത്രമായിട്ട് ചിത്രീകരിക്കുന്നു. അത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, വൈദ്യുതി ഉണ്ടാക്കണ ഇപ്പം രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ ചിഹ്നം വേണം. ചിലവരെ കൈൻ്റെ ചിഹ്നം വരക്കും, കൈൻ്റെ ചിഹ്നം. ചിലവരെ താമര എടുക്കും, ചിലവർ അരിവാൾ ചുറ്റുക, പിന്നെ ഒരു നക്ഷത്രവും ചിലപ്പോൾ, ചിലവർ ചന്ദ്രക്കലി അതിൻ്റെ മേലെ ഒരു നക്ഷത്രം എടുക്കും. ഇങ്ങനെ ഓരോ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ചിഹ്നങ്ങൾ ഉണ്ടാക്കും. അത് കാണുമ്പോൾ അറിയാം, നമ്മൾ ഉണ്ടാക്കുന്നു മനസ്സിലാക്കും. ചിഹ്നം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതെന്താ സംഗതി. അപ്പോൾ സയൻസ്, ആധുനിക സയൻസ് കൈകാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെ രൂപത്തിലാണ്. കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ 2 വര വരക്കും, ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഈന്നിട് വന്നിട്ട് മുകളിലൊരു വരയിടും. എല്ലാം ഇങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ചിത്രരൂപത്തിൽ വരച്ചു വെച്ചിട്ടുണ്ട്. കഥകളിലെ കണ്ണും മൂക്കും വെച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ബിംബരൂപത്തിലും അവതരിപ്പിക്കും. കാരണം പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പം താമര ബിംബം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ചിലപ്പം കൈൻ്റെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൻ്റെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ മുമ്പിൽ പോയി ഇങ്ങനെ സെറ്റ് എന്നതിങ്ങനെ വട്ടത്തിൽ എറിയിട്ടുള്ളൊരു ബിംബം ഉണ്ടാക്കിയിരിക്കുക. അപ്പം കൂടുതൽ മനസ്സിലാവും. അപ്പം കുട്ടികളെ തെങ്ങ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് തെങ്ങെന്ന് കാണിക്കാൻ വേണ്ടി പടം വരച്ചിട്ട് കുട്ടികളോട് പറയുക, കണ്ട പടത്ത് കാണുന്നത് ഇതേ, അല്ലാതെ തെങ്ങെടുത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം മെഡിസിൻ എല്ലാം പഠിക്കുമ്പോൾ ആ ചിത്രവും കൊണ്ട് പോരാതിരിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ എല്ലാം ഭാഗം വരുമ്പോൾ വരച്ച് മാത്രമല്ല ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കും. ഒരു പ്ലാസ്റ്റിക്കിൽ ഹൃദയം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തുറന്ന് കാണിച്ചു കൊടുക്കും. അത് ബിംബം തന്നെയാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ബിംബമായിട്ട് രൂപീകരിച്ചിട്ടുണ്ട്, ചിത്രീകരിച്ചിട്ടുണ്ട് വേദങ്ങളിൽ. അതാണ് ബിംബങ്ങൾ. അതുണ്ടെങ്കിലേ ശാസ്ത്ര പഠനം പൂർണ്ണമാവുകയുള്ളൂ. ആ ബിംബത്തിലൂടെ പല ആശയങ്ങളാണ് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ രൂപവും ഭാവവും ഉള്ള എല്ലാത്തിനും അത് ദേവതകളാണ്. അത് 33 കോടി ദേവതകളുണ്ട്. ഈ 33 കോടി ദേവതകളെയും ബിംബരൂപത്തിൽ പറ്റുമെങ്കിൽ അവതരിപ്പിക്കും. ആധുനിക സയൻസും ചെയ്തിരിക്കും. കാരണം അങ്ങനെയെല്ലാം കെമിസ്ട്രി പുസ്തകം എടുക്കുമ്പോൾ പടത്തിലൂടെ കാണിക്കാൻ പറ്റും. പ്രാക്ടിക്കലായിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ രൂപങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടെല്ലാം കാണിക്കും. ആറ്റങ്ങൾ കണ്ടിട്ടില്ലേ? ആറ്റങ്ങൾ ഉണ്ടാകുന്ന ന്യൂക്ലിയസ് ഇങ്ങനെ തിരിഞ്ഞു കിടക്കുന്ന ചിലയിടത്തോളം കാണാം. ആറ്റങ്ങൾ യോജിച്ച് അല്ലെങ്കിൽ ജനിതക ഘടനേൻ്റെ എല്ലാം ഘടനയെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതെല്ലാം പഠിപ്പിക്കാൻ ആവശ്യം തന്നെയാണ്. വേദം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രപഞ്ചത്തിലെ 33 കോടി വസ്തുക്കളെ പറ്റി പഠിപ്പിക്കുകയാണ്. അതിനെന്ത് ചെയ്തിട്ടുണ്ട്? പല രൂപത്തിലും ബിംബരൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കഥയിലാവുമ്പോൾ കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും ഈശ്വരനല്ല. ഈശ്വരൻ നിർക്കണ അതിനെ ആരും ആരാധിക്കാൻ പോകുന്നില്ല. പിന്നെ ആരാധന എന്ന് പറഞ്ഞത് എന്താണ്? ബിംബങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലായിടത്തും സ്ഥാപിച്ചിട്ടുണ്ട്, ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്, കഥരൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഈ പ്രപഞ്ചത്തിലുള്ള 33 കോടി വസ്തുക്കളുടെ സ്വഭാവ വിശേഷങ്ങളാണ് അതിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. സൂര്യക്ഷേത്രത്തിൻ്റെ പടം വരച്ച് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സൃഷ്ടിനെ പറ്റി പറയുമ്പോൾ സൃഷ്ടിക്ക് 5 തലയുണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം 5 തരം സൃഷ്ടികളാണ് നടത്തിയിരിക്കുന്നത്. സൃഷ്ടികളെ 5ആയിട്ട് തരംതിരിക്കാം. അപ്പം ആ രൂപത്തിലൂടെ കുറേ ശാസ്ത്രതത്വങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. കഥരൂപത്തിലും ചിത്രരൂപത്തിലും ബിംബരൂപത്തിലും എല്ലാം കുറേ ശാസ്ത്രതത്വങ്ങൾ പറഞ്ഞു തരികയാണ്. സൂര്യനെ ഇപ്പോൾ 7 കുതിരകളായിട്ടെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് 7 രശ്മികളുണ്ട് എന്ന് നമ്മൾ നിറങ്ങളുണ്ട് എന്നെല്ലാം ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സയൻസിലൂടെ നമ്മൾ നോക്കിക്കൊള്ളണം. ഈ കലാകാരൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നത്? വേദങ്ങളിൽ ഋഷികളെന്ന കലാകാരന്മാർ എന്തുകൊണ്ടാണ് അതിനെ അങ്ങനെ ചിത്രീകരിച്ചത് എന്ന്
കഥകളിലൂടെ പോയി മനസ്സിലാക്കണം. കഥകളിലൂടെ പോയി മനസ്സിലാക്കി. എങ്ങനെ മനസ്സിലാക്കണം? സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം. ആ കലാരൂപത്തിൽ നിന്ന് സയൻസ്, ആധുനിക സയൻസുമായിട്ട് അതിനെ വിലയിരുത്തിക്കൊണ്ട് വീക്ഷിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത് അങ്ങനെയെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകും. അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചെറിയ രൂപത്തിലെല്ലാം കൈമിൽ ഗ്രന്ഥം ഉണ്ടാകും. കാരണം ജ്ഞാനമാണ്. ജ്ഞാനത്തിൽ നിന്നാണ് സരസ്വതി എല്ലാം. അങ്ങനെയല്ല ഓരോ എല്ലാം സ്വയം നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. വേറെ അങ്ങനെ അധികം വിവരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നീങ്ങില്ല. അപ്പോൾ അവർ പല രൂപത്തിലും, അത് ചിത്രരൂപത്തിലുണ്ടാകും, ബിംബരൂപത്തിൽ അവതരിപ്പിക്കും, പ്രതിമകളായിട്ട് അവതരിപ്പിക്കും, കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിച്ച് വ്യാഖ്യാനിക്കും. കുട്ടികൾക്കെല്ലാം നമ്മൾ ആശയങ്ങൾ കൊടുക്കുന്ന കഥരൂപത്തിലാണ്. ഇപ്പോൾ വേദം സമ്പൂർണ്ണ സയൻസ് ആയതുകൊണ്ട് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വേദത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കുട്ടികളാണ്. അതുകൊണ്ട് നമുക്ക് കഥരൂപത്തിൽ അവതരിപ്പിച്ച് തന്നിട്ടുണ്ട്. ആ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അതിനെ ഇനി ആരാധിക്കാമോ എന്നതാണ് ചോദ്യം. പിന്നെ അതിനെ അല്ലാതെ, ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെ അല്ലാതെ വേറെ ഇനിയാണ് ആരാധിക്കേണ്ടത്. അല്ലാതെ ആ നിർഗുണമായി ഈശ്വരനെ ആരാധിച്ചിട്ട് ഒരു കാര്യമില്ല. ഈശ്വരൻ അവിടെ നിർഗുണമായിട്ട് നിൽക്കുകയാണ്. അത് നമ്മളെ കാര്യത്തിൽ ഒരു തലയിടാനും പോകുന്നില്ല. നമ്മളെ സഹായിക്കുന്നത് ഇവിടെയുടെ ജലദേവതയാണ്. ജലം ദേവതയാണ്. എല്ലാത്തിനും ദേവത എന്ന് പറയും. 38 മുക്കോടി ദേവതകൾ. നമ്മൾ ബോധം കെടുമ്പോൾ വെള്ളം തളിക്കുകയെന്ന് ഡോക്ടർ പിന്നേ വരുള്ളൂ. അല്ലെങ്കിൽ ഉടനെ കൊടുക്കും, വെള്ളം കൊടുക്കുക, കുറച്ച് ബോധം തെളിയുമ്പോൾ വെള്ളം എന്ന് പറയും. വെള്ളം കുടിക്കുമ്പോൾ ഒരു ഉന്മേഷം വരും. ഒരു മുഖത്ത് വെള്ളം തളിക്കുമ്പോൾ അപ്പം വെള്ളത്തെക്കാട്ടിയും വലിയൊരു ദേവത ഈ ഡോക്ടർ ആരാണുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കി. നിസ്സാരമായി ഈ വെള്ളം മുഖത്തങ്ങ് തെളിയിക്കുമ്പോൾ ഞെട്ടി ഉണരുകയാണ്. ഒരു ഡോക്ടർ വരുന്നതിനെക്കാട്ടി മുമ്പിൽ ഈ വെള്ളം കാര്യം സാധിപ്പിച്ചെടുക്കുക. ഡോക്ടർ വന്നാലും ചിലപ്പോൾ വെള്ളം തളിക്കാനാണ് ഇരിക്കും പറയുക. അല്ലെങ്കിൽ പല വസ്തുക്കൾ കുത്തിവെക്കുക. ഇതെല്ലാം കുത്തിവെക്കുന്ന വസ്തുക്കളെല്ലാം തന്നെയാണ് നമ്മളെ രക്ഷിക്കുന്നത്. ഡോക്ടർ പിന്നേ വരുന്നുള്ളൂ. ഈ കൊടുത്ത വസ്തു തന്നെ, മരുന്ന് തന്നെയാണ് നമ്മളെ രക്ഷിക്കുന്നത്. അല്ല ഡോക്ടറല്ല. ഡോക്ടർക്ക് ജ്ഞാനമുണ്ട്. ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവും. പക്ഷെ നമ്മളെ രക്ഷിക്കുന്ന ഈ മരുന്നാണ്. മരുന്നാണ് ദേവത. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും നമുക്ക് വേണ്ടിയാണ്, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു ബോധക്കേടുണ്ടാകുമ്പോൾ വെള്ളമാണ് നമ്മളെ രക്ഷിക്കുക. ഒരു വിശപ്പുണ്ടാകുമ്പോൾ പട്ടിണി കിടക്കുമ്പോൾ ഭക്ഷണമാണ് നമ്മളെ രക്ഷിക്കുന്നത്. വെള്ളത്തിൽ മുങ്ങിയാൽ ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൂക്കിൽ ഇത് വെക്കുന്നത്. നമ്മൾ രക്ഷിക്കുന്ന വായുവാണ്. അല്ലെ അവിടെ വല്ല പുൽക്കടി ഉണ്ടെങ്കിൽ കയറി പിടിക്കാൻ നോക്കും, നല്ല രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അല്ലെ വെള്ളത്തിൽ മുങ്ങുന്നവന് ഈശ്വരനെ എന്ന് വിളിക്കാനൊന്നും ഒരു രക്ഷയില്ല. കാരണം ആ സമയത്താണെന്നും തോന്നൂല്ല, ഈശ്വരനെ വിളിക്കാനൊന്നും തോന്നില്ല. വെള്ളത്തിൽ ഒരാൾ വീണ് കഴിഞ്ഞാൽ അടുത്തെന്തെങ്കിലും പുൽക്കടി ഉണ്ടോ എന്നേ നോക്കും. അല്ലാതെ ഈശ്വരൻ മുകളിലുണ്ടോ ആകാശത്തേക്കാണ് നമ്മൾ നോക്കുന്നത്. ഈശ്വരൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള ഈ പിടിക്കാൻ നോക്കുന്ന വസ്തുക്കൾ ദേവതകളാണ്. പുൽക്കൊടിയും ദേവതയാണ്. പറ്റുമെങ്കിലൊന്ന് പിടിച്ച് രക്ഷപ്പെടാൻ നോക്കും. അല്ലാതെ ഈശ്വരനെ നോക്കുക. ഈശ്വരൻ അവിടെ നിർഗുണമായിട്ട് നിൽക്കുകയാണ്. പ്രപഞ്ചത്തിൽ ആർക്കും തിരിച്ചറിയാതെ, രൂപവും ഭാവവും ഇല്ലാതെ, ഒരു വിചാരമില്ലാതെ ആ ഈശ്വരനെ ആരാധിച്ചിട്ട് ഒരു കാര്യമില്ല. ഈശ്വരൻ നമ്മുടെ കാര്യത്തിൽ ഒരു തലയിടാനും പോകുന്നില്ല. ഏതുപോലെ അംബേദ്കറാണ് ഭരണഘടന ഉണ്ടാക്കിയെങ്കിൽ അംബേദ്കർ ഒരു കേസ് വരുമ്പോൾ അംബേദ്കർ അടുത്ത് പോയിട്ട് അംബേദ്കർ ഒന്ന് സ്വാധീനിച്ചിട്ട് എൻ്റെ കേസ് ഒന്ന് രക്ഷപ്പെടുത്തുന്നത് എന്താ സംഭവിക്കുക ഒന്ന് ചിന്തിച്ചു നോക്കി. അതേപോലെ പ്രപഞ്ചം സൃഷ്ടിച്ച ആ സൃഷ്ടി പിന്നെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അങ്ങ് വിട്ടിട്ടുണ്ട്. പിന്നെ അത് ഇതിലൊന്നും തലയിടില്ല. ഈശ്വരൻ ആരാധിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മത്തിന് ഒരു അമ്പലവുമില്ല, ഒരു ബിംബം ഉണ്ടാക്കിയില്ല, ഒരാരാധനയും വിധിച്ചിട്ടുമില്ല. വേദങ്ങളിൽ ബ്രഹ്മത്തെപ്പറ്റി പറയുന്ന വ്യാഖ്യാനിച്ചു തരാൻ 108 ഉപനിഷത്ത് ഉണ്ടാക്കിയിട്ടിട്ടുണ്ടെങ്കിലും വേദത്തിൽ ദേവതയായിട്ട് ബ്രഹ്മത്തെ പറയുന്നില്ല, പരമാത്മാവിനെ പറ്റി പറയുന്നില്ല. അത് പ്ലാനാണ്. പരമേശ്വരനെ പറ്റി പറയുന്നത് അതെല്ലാം കീഴെ വരുന്നതാണ്. അല്ലാതെ ബ്രഹ്മം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അവിടെ അത് പറയാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉള്ളത് കൊണ്ട്, കാരണം വേദം എല്ലാം അടങ്ങിയിരിക്കുന്നതായതുകൊണ്ട് ചില സ്ഥലത്ത് ഈ ബ്രഹ്മത്തെപ്പറ്റിയും പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ അത് പരമേശ്വരനിൽ നിന്നും
മറ്റേ അത്തരത്തിലെല്ലാം ചിലയിടത്ത് പരാമർശമുണ്ട്. സൃഷ്ടിക്രമം വിവരിക്കുന്ന ഒരു സ്ഥലമെല്ലാം ഉണ്ട്. അവിടെ മാത്രം അത് ഒതുക്കിയിരിക്കുകയാണ്. അത് വേദം കൈകാര്യം ചെയ്യുന്നിടത്ത് നമുക്ക് കാണാം, അതും കാണാം. കാരണം വേദത്തിൽ ഇല്ലാത്തതായി ഒന്നുമില്ല. പക്ഷേ വേദം കൈകാര്യം ചെയ്യുന്നത് മുഴുവൻ ദേവതകളെയാണ്, അത് ഈശ്വരനല്ല. ഈശ്വരൻ എന്നാൽ ബ്രഹ്മമാണ്. പക്ഷേ വേദത്തിൽ അത് പറയാതിരിക്കാൻ പറ്റാത്തടത്തുകൊണ്ട് ചിലയിടത്ത് അപൂർവം വളരെ കുറച്ച് സ്ഥലത്തെ അത് ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം പറയുന്ന ഈ ദേവതകളെ പറഞ്ഞു പോകുന്നതിനെയാണ്. നമ്മളെ രക്ഷിക്കുന്ന വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിലുള്ള 30 വസ്തുക്കളാണ്. അതിനെയാണ് ദേവതകൾ എന്ന് പറയുന്നത്. അപ്പം ദേവതകൾക്ക് സ്വഭാവമുണ്ട്, ഗുണവിശേഷമുണ്ട്. അത് പഠിക്കണ്ടെങ്കിൽ അതിനെ ചിത്രരൂപത്തിൽ വിവരിക്കണം. അതിന് സിമ്പിൾ അതിന് ചിത്രീകരിക്കും, അതിൻ്റെ ബിംബരൂപത്തിൽ അവതരിപ്പിക്കും. അതിനെ ആരാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാധന അവരോട് തന്നെയാണ് വേണ്ടത്. നമ്മളെ രക്ഷിക്കുന്നത് വെള്ളവും വായുവും എല്ലാം തന്നെയാണ്. ശ്വാസം കിട്ടാതിരിക്കുമ്പോൾ ഓക്സിജൻ കൊണ്ട് കൊടുക്കുന്ന കണ്ടിട്ടില്ലേ? ഓക്സിജൻ കൊടുത്തേ പറ്റൂ. നമ്മളെ രക്ഷിക്കുന്ന അതാണ്, അല്ലാതെ വേറെ ആരുമില്ല. നമുക്ക് വേണ്ട രക്ഷയ്ക്ക് വേണ്ടി എല്ലാ വസ്തുക്കളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മെഡിസിൻ ഉണ്ട്, മരുന്നുകളുണ്ട്. ഡോക്ടർ മരുന്നെടുത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. നമ്മളെ രക്ഷിക്കുന്ന ആ മരുന്നാണ്, ഡോക്ടറല്ല. ആ മരുന്ന് കണ്ടുപിടിച്ചില്ലേ ഡോക്ടർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മരുന്ന് കണ്ടുപിടിക്കണം, ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിച്ച് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ മരുന്നാണ് പോയി രക്ഷിക്കുന്നത്. ഈ ഡോക്ടർ തന്നെയും ദേവതയാണ്. അതുകൊണ്ട് ഡോക്ടർ സഹായിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടറും ദേവത തന്നെയാണ്. എല്ലാം ദേവതകളാണ്. പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ട്, അതിൽ മനുഷ്യനും ദേവതയാണ്, മൃഗങ്ങളും ദേവതയാണ്. കാരണം അതിന് അതിൻ്റേതായ ഗുണഗണങ്ങളുണ്ട്. അത് നമുക്ക് ഉപകാരപ്രദമായ സൃഷ്ടിക്ക് അതെല്ലാം സഹായകരമായി തീരുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു കൂട്ടർ പോയിട്ട് ശിവനോട് ചോദിച്ചു ആരെ ആരാധിക്കേണ്ടതെന്ന്. അപ്പോൾ ശിവൻ പറഞ്ഞ്, നിങ്ങൾ ഈ കുറച്ച് നേരത്തെ നിങ്ങളെ ശത്രുക്കളെ കല്ലെടുത്തിട്ടല്ലേ എറിഞ്ഞത്, അതുകൊണ്ട് കല്ലിനെ ആരാധിക്കും. കാരണം രക്ഷിച്ചത് കല്ലാണ്. കൃഷ്ണൻ തന്നെ ഇന്ദ്രൻ മഴ പെയ്ക്കാതെ തേരെ ഇന്ദ്രൻ ആരാണെന്നെല്ലാം പിന്നീട് പറയാം. ഇന്ദ്രൻ മഴ പെയ്ക്കാതെ നിന്നപ്പോൾ എന്താ പറഞ്ഞത്? ആ പർവ്വതത്തെ ആരാധിച്ചോളൂ. കാരണം മഴ പെയ്യില്ല, അപ്പോൾ ചെടികളൊന്നും വരില്ല, പശുവിന് തിന്നാനൊന്നുമില്ല. അപ്പം പിന്നെ ആ മലകളിലാണ് പുല്ലുള്ളത്. അപ്പോൾ അതാണ് നിങ്ങളെ പശുവിന് മഴയില്ലാത്ത സമയത്ത് പശുക്കൾക്ക് ഭക്ഷണം നൽകുന്നത്. ആ പശുക്കൾക്ക് അവിടെ നിന്നാണ് ഭക്ഷണം കിട്ടുന്നത്. അതുകൊണ്ടാണ് പശുക്കൾ പാല് തരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ നേരം പോയിട്ട് ആരാധിക്കണം. ആ പർവ്വതത്തെ ആരാധിക്കണം. നമുക്ക് ദാഹം വരുമ്പോൾ ആരാധിക്കണം? വെള്ളത്തെ ആരാധിക്കണം. ബോധം കെടുമ്പോഴും വെള്ളത്തെ ആരാധിക്കണം. അപ്പം ആരാധന എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? എന്തോ ദിവ്യമായ കഴിവുള്ളത് കൊണ്ട്. നോക്കുക, ഒന്ന് ആലോചിച്ച് നോക്കൂ. നിസ്സാരമായ ഒരു ജലം ബോധം കെടുമ്പോഴൊന്ന് തളിച്ച് കഴിഞ്ഞ് ഒരു ചിലവില്ല, എടുത്തിങ്ങനെ ആക്കി കൊടുത്താൽ മതി, മനുഷ്യൻ നിർത്തി ഉണരുകയാണ്. ഒരു ഡോക്ടർക്ക് പോലും അത്ര പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങേർക്കും വെള്ളം തളിക്കാനേ പറ്റുള്ളൂ. അപ്പം ആരാധിക്കേണ്ട ആരാണ്? വെള്ളത്തെ തന്നെയാണ് ആരാധിക്കേണ്ടത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ പ്രകൃതിയെ ആരാധിക്കണം. ആരാധന എന്ന് പറയുന്നത് നമ്മൾ സിനിമ പാട്ടിൽ കേട്ടിട്ടില്ലേ? നിന്നോടാണ് എനിക്ക് ആരാധന. എന്തുകൊണ്ട് ആരാധന തോന്നുന്നത്? എന്തെല്ലോ ദിവ്യത്വം അതിൽ കാണുന്നു, എന്തെല്ലോ വലിയ പ്രത്യേകതകൾ അതിൽ കാണുന്നു. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും പ്രത്യേകതകളുണ്ട്. നമുക്ക് പലതും പലതരത്തിൽ ഉപയോഗിക്കും. കല്ല്, മണ്ണെല്ലാം വേണം. ചിലപ്പം പാറപ്പൊടി കിട്ടിയിട്ടില്ലെങ്കിൽ കെട്ടിട നിർമ്മാണം പോലും നിന്നു പോകും. ഇതെല്ലാം ആരാധിക്കേണ്ട വസ്തുക്കളാണ്. ഈ വസ്തുക്കൾ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആരാധന ദേവതകൾക്ക് ചെയ്യുന്നതിന് തെറ്റില്ല. ദേവതകളെ ചിത്രരൂപത്തിൽ അവതരിപ്പിക്കുന്നതിന് തെറ്റില്ല. ദേവതകളെ ബിംബമായിട്ട് ആരാധിക്കുന്ന സയൻസ് പഠിക്കണ്ടെങ്കിൽ ചിത്രരൂപത്തിലും വേണ്ടി വരും, ബിംബരൂപത്തിലും വേണ്ടി വരും. കവികൾ വർണ്ണിക്കുകയും ചെയ്യും. അതെല്ലാം ദേവതകൾക്ക് പറഞ്ഞ കാര്യം തന്നെയാണ്. പഠിക്കണ്ടെങ്കിൽ ഇതെല്ലാം വേണം. ആരാധിക്കുന്നതിലും തെറ്റില്ല. കാരണം ഇതെല്ലാം തന്നെയാണ് നമ്മളെ രക്ഷിക്കുന്നത്. വായുദേവതനെ ആരാധിക്കുന്നു, എന്താ തെറ്റ്? സൂര്യഭഗവാനെ ആരാധിക്കുക. സൂര്യനില്ലെങ്കിൽ പിന്നെ നമുക്ക് നിലനിൽക്കുന്നുണ്ടാവും. പിന്നെ സൂര്യനെ ആരാധിക്കണ്ടേ? ഇപ്പം വേദങ്ങൾ പറഞ്ഞൊന്നും ഒരു തെറ്റൊന്നുമല്ല. നമ്മളിന്ന് ആരാധിക്കുന്ന ദേവതകളെ എല്ലാം ആരാധിക്കാൻ ഉള്ളത് തന്നെയാണ്. കാരണം അതിലൂടെയാണ് നമ്മൾ നിലനിൽക്കുന്നത്. സൂര്യൻ ഉണ്ടായത് കൊണ്ട് തന്നെയാണ്, ചന്ദ്രൻ ഉണ്ടായത് കൊണ്ടാണ്, വായു ഉള്ളത് കൊണ്ടാണ്, ദേവതകൾ ഉള്ളത് കൊണ്ട്,
ജലമുള്ളത് കൊണ്ടാണ്, നദികളുള്ളത് കൊണ്ടാണ്, പർവ്വതങ്ങളുള്ളത് കൊണ്ടാണ്, ഇതെല്ലാം പശുക്കളുള്ളത് കൊണ്ടാണ്. പശുവിനെ ആരാധിക്കാം, കുഴപ്പമില്ല. പശുവിന് പാല് കിട്ടിയില്ലേ പിന്നെ എങ്ങനെയാണ്? അപ്പം ഇതൊന്നും ആരാധിക്കുന്നതിന് ഒരു തെറ്റുമില്ല. അതുകൊണ്ട് ആരാധന എന്നത് നമുക്ക് ഇതെല്ലാം ദിവ്യമായ എന്തെല്ലാം കഴിവുള്ള വസ്തുക്കളാണ്. നമ്മൾ മണ്ണ് കൊണ്ട്, കല്ലുകൊണ്ട് എന്തെല്ലാം കെട്ടിടങ്ങളാണ് ഇന്ന് നമ്മൾ ലോകത്തെ നോക്കുമ്പോൾ സുന്ദരമായ പല സൃഷ്ടികളും നടത്തിയിരിക്കുന്നത് ഈ മണ്ണ് കൊണ്ടും കല്ലുകൊണ്ടും സിമെൻറ്റും എല്ലാം ഉപയോഗിച്ചിട്ടാണ്. പിന്നെ അതിനല്ലാതെ പിന്നെ ആരാധിക്കേണ്ടത്? നമ്മളെ രക്ഷിക്കുന്നത് ഇതെല്ലാം തന്നെയാണ്. ഇന്ദ്രനിൽ നിന്നും രക്ഷിക്കുന്നത്, ഇന്ദ്രൻ മഴ പെയ്ക്കാതെ ചൂട് കാലത്ത് നമ്മളെ രക്ഷിക്കുന്ന ആരാണ്? ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ്. സിമെൻറ്റ് മണ്ണ് കൊണ്ടുണ്ടാക്കിയ, മലകളെ കൊണ്ടുണ്ടാക്കിയ, മലകൾ പൊടിച്ചുണ്ടാക്കിയ കെട്ടിടങ്ങളെ കൊണ്ടാണ് ഇന്ദ്രൻ മഴ പെയ്യിപ്പിക്കുന്നതിൽ നിന്നും ശക്തിയായ മഴയും കാറ്റും അടുപ്പിച്ചപ്പോൾ രക്ഷിച്ചത് പർവ്വതത്തെ കൊണ്ട് തന്നെയാണ്. പർവ്വതം പൊടിച്ച് ഉയർത്തിയിട്ടാണ്. പർവ്വതം പൊടിച്ച് കോൺക്രീറ്റാക്കി മുകളിലേക്ക് ഉയർത്തിയിട്ടാണ് നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്. കഥരൂപത്തിൽ അങ്ങനെ പലതും അത് കവികളുടെ വീണഭൂവിനെ വർണ്ണിച്ചു കണ്ടിട്ടില്ലേ? നീ പണ്ട് ആകാശത്തിലെ നക്ഷത്രമായിരുന്നു. വേണമെങ്കിൽ യുക്തിവാദികൾക്ക് അതിനെയും നിഷേധിക്കാം. ഈ വീണ്ടും കിടക്കുന്ന പൂ ആകാശത്തിലെ നക്ഷത്രം, ഇങ്ങേർക്ക് എന്ത് ബോധമാവുള്ളതെന്നെല്ലാം വേണ്ടിക്കില്ല. ഇതെല്ലാം കുട്ടികളെ പഠിപ്പിക്കുന്ന അന്ധവിശ്വാസികളായിട്ട് തീർത്തിരിക്കുകയാണ്. ഒരാളെ കവിതകളെല്ലാം എടുത്തു വെച്ചിട്ട് കുട്ടീൻ്റെ ബുദ്ധിയിൽ എന്താ വരും, ഈ പൂ കൊണ്ട് ആകാശത്തിലെ നക്ഷത്രമായിരുന്നു. എന്ത് മണ്ടത്തരെല്ലാം ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് വേണമെങ്കിൽ യുക്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എതിർക്കാം. ഇവിടെ നമ്മൾ ഇത്തരത്തിൽ വസ്തുതകളെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് മനസ്സിലാകും, ഈ വേദങ്ങൾ ഒരു വലിയ ശാസ്ത്രഗ്രന്ഥമാണ്. പ്രപഞ്ച രഹസ്യമെല്ലാം കഥരൂപത്തിലും ചിത്രരൂപത്തിലും ബിംബരൂപത്തിലും എല്ലാം വിവരിച്ചു തന്നിട്ടുണ്ട്. അതാണ് വേദങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. ആ കൂട്ടത്തിൽ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതിനെപ്പറ്റിയും പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബ്രഹ്മത്തെയാണ് ഈശ്വരനെന്ന് പറയുന്നത്. അല്ലെ അതിൻ്റെ അടുത്ത സ്റ്റേജിനെയാണ് ഈശ്വരനെന്ന് പറയേണ്ടത്. അത് നിർഗുണമാണ്, അത് ജനിക്കുന്നില്ല, ഒരിക്കലും ജനിച്ചിട്ടില്ല. അത് നമ്മുടെ ഒരു കാര്യത്തിലും തലയിടുന്നുമില്ല. അതിന് രൂപവും ഭാവവുമില്ല. അതിന് ഒരു ബിംബരൂപത്തിലും അവതരിക്കാൻ പറ്റില്ല. അതിനെ ആരാധിച്ചത് കൊണ്ടും ഒരു ഗുണവുമില്ല. അതുകൊണ്ട് ബ്രഹ്മത്തിന് ഒരു ക്ഷേത്രമോ അമ്പലമോ എന്ന് വേദം വിഭാവനം ചെയ്യുന്നില്ല. ആരും അത് ആരാധിക്കുന്നുമില്ല. പിന്നെ നമ്മൾ ആരാധന കൊണ്ട് ആ ബ്രഹ്മത്തിൽ നിന്നും സുന്ദരമായ കുറേ വസ്തുക്കൾ ഉണ്ടാവുകയും അതിലൂടെ പ്രപഞ്ചമുണ്ടാവുകയും അതിൻ്റെ പിന്നിൽ കുറേ ശക്തികളെല്ലാം ഉണ്ട്. ആ ശക്തികളെല്ലാം ബലങ്ങൾ, സയൻസിലെ ബലങ്ങൾ തന്നെ, അതെല്ലാം തന്നെയാണ് പ്രപഞ്ചത്തിൽ. ഒരു പ്ലാനുണ്ട്, പരമാത്മാവെന്ന പ്ലാന്. ആ പ്ലാനിലൂടെ എല്ലാമാണ് സൃഷ്ടി മുന്നോട്ടേക്ക് പോകുന്നത്. അതിനെയല്ലാണ് ദേവതകൾ എന്ന് പറയുന്നത്. പക്ഷേ ദേവതകൾ ഒരിക്കലും എന്തല്ല, ഈശ്വരനല്ല. അതുകൊണ്ട് വേദം തന്നെ എന്ത് പറയുന്നുണ്ട്? ദേവതകളിൽ ഇന്ദ്രനൊഴിച്ച് ബാക്കി ആർക്കും ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ പോലും പറ്റില്ല. അപ്പം കുറച്ചെങ്കിലും ബ്രഹ്മത്തെ മനസ്സിലാക്കാനുള്ള കഴിവ്, ആ ഈശ്വരനെ മനസ്സിലാക്കാനുള്ള കഴിവ് ഇന്ദ്രന് മാത്രമേ ഉള്ളൂ എന്നാണ്. ബാക്കി പ്രപഞ്ചത്തിലെ 33 കോടി ദേവതകൾക്കും അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല. വേറൊരിടത്തിൽ എന്താ പറയുന്നത്? ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും അവരവരുടെ കർമ്മത്തിൽ മുഴുകിയിരിക്കുകയാണ്. അവർക്കും അവരുടെ കർമ്മത്തിൽ നിന്നും മാറാൻ പറ്റില്ല. സൃഷ്ടിസ്ഥിതി സംഹാരം, ആ പ്രക്രിയ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണ്. അവരും അത് ഈ പ്ലാൻ അനുസരിച്ച് പോവുകയാണ്. അവരും അത് ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ്. അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവരും പോയി അവസാനം എവിടെ പോയി ലയിക്കും? ബ്രഹ്മത്തിൽ പോയി ലയിക്കും. അങ്ങനെയാണ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും സൃഷ്ടി നടക്കുന്നു, സംഹാരം നടക്കുന്നു, സൃഷ്ടിച്ചതിനെ കുറേ കാലം സംരക്ഷിച്ചു വെക്കുന്നു. ഈ പ്രക്രിയകളെല്ലാം ആ കൂട്ടത്തിൽ നമ്മളെ കൊണ്ടും കുറേ സൃഷ്ടി നടത്തിപ്പിക്കുന്നു. ഇങ്ങനെ ഈ ചക്രം കറങ്ങിക്കൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരത്തിലൂടെ പ്രപഞ്ചം ആദ്യം തുടങ്ങും, എന്നിട്ട് പ്രപഞ്ചമായി മാറും. ആദ്യം സൃഷ്ടി തുടങ്ങും, പ്രപഞ്ചമായി മാറും. പിന്നെ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, അങ്ങനെ നമ്മളതിലൂടെ
പുരോഗതികൾ ഉണ്ടാക്കും, നല്ലൊരു ലോകമുണ്ടാക്കും, ഇടിച്ചു പൊളിക്കും, പിന്നെ ഇങ്ങനെ പോകും. അങ്ങനെ കുറേ സൈക്കിൾ കഴിഞ്ഞതിന് ശേഷം പോയിട്ട് ബ്രഹ്മത്തിൽ അവസാനം ലയിക്കും. പിന്നെ ആദ്യം ഇത് വന്ന് പിന്നെ ഇങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കും. ഈ നിലയിൽ ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇത് വെറും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ശാസ്ത്ര രഹസ്യം മാത്രമാണ് വേദങ്ങളിലുള്ളത്. അതിൽ പിന്നെ തർക്കത്തിനൊന്നും ഒരു കാര്യമില്ല. അതോടുകൂടി അന്ധവിശ്വാസങ്ങളെല്ലാം താനേ ഇല്ലാതെയാകും. ഈ അർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ